നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവവചനം നിങ്ങളുമായി ചിന്തിക്കുവാൻ ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുന്നത് യഹൂദന്മാരുടെ വാമൊഴി പ്രമാണത്തെക്കുറിച്ചും ക്രിസ്തീയ പാരമ്പര്യത്തെക്കുറിച്ചുമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതൊരു ചെറിയ സന്ദേശമാണ്, വളരെ ഹ്രസ്വമായ ഒരു സന്ദേശമാണ്. അതുകൊണ്ട് ഇതിലധികമായി നമ്മൾ യഹൂദന്മാരുടെ വാമൊഴി പ്രമാണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കും. ക്രിസ്തീയ പാരമ്പര്യത്തെക്കുറിച്ച് അല്പമായി ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ പഠനം അവസാനിപ്പിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ വാമൊഴിയാൽ പകരപ്പെട്ടിരുന്ന പ്രമാണങ്ങൾ, ക്രിസ്തീയ പാരമ്പര്യങ്ങളുടെ പ്രസക്തി, പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ കാഴ്ചപ്പാട് എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പഠനം ആണിത്. യഹൂദന്മാരുടെ ഇടയിൽ വാമൊഴിയാൽ പകരപ്പെട്ടിരുന്ന പ്രമാണങ്ങൾ, ക്രിസ്തീയ പാരമ്പര്യങ്ങളുടെ പ്രസക്തി, പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ കാഴ്ചപ്പാട്. യഹൂദന്മാരുടെ ഇടയിൽ വാമൊഴിയാൽ പകരപ്പെട്ടിരുന്ന പ്രമാണങ്ങൾ, ക്രിസ്തീയ പാരമ്പര്യങ്ങളുടെ പ്രസക്തി, പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള യഹൂദന്മാരുടെ ഇടയിൽ വാമൊഴിയായി പകരപ്പെട്ടിരുന്ന പ്രമാണങ്ങൾ, ക്രിസ്തീയ പാരമ്പര്യങ്ങളുടെ പ്രസക്തി, പ്രമാണങ്ങളെക്കുറിച്ചുള്ള പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ കാഴ്ചപ്പാട്, ഇവയെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ യഹൂദ പ്രമാണങ്ങൾക്ക് 3 ഭാഗങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ 3 വിഭാഗത്തിലുള്ള രചനകളെയാണ് യഹൂദന്മാർ പ്രമാണങ്ങളായിട്ട് കരുതിയിരുന്നത്. അത് ഒന്ന് എഴുതപ്പെട്ട പ്രമാണമാണ്, അതിനെ അവർ തോറ എന്ന് വിളിച്ചു. 2 വാമൊഴിയാൽ അവർക്ക് ലഭിച്ച പ്രമാണമാണ്, അതിനെ മിഷ്ന എന്ന് വിളിച്ചു. 3 മിഷ്ന എന്ന വാമൊഴി പ്രമാണങ്ങൾക്ക് യഹൂദ പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങളാണ്. ഇതിനെ അവർ ഗമേറ എന്നും വിളിച്ചിരുന്നു. ഇതിൽ എഴുതപ്പെട്ട പ്രമാണങ്ങളും വായ്മൊഴി പ്രമാണങ്ങളും ദൈവം മോശയ്ക്ക് നേരിട്ട് നൽകിയതാണ് എന്നാണ് യഹൂദന്മാരുടെ വിശ്വാസം. അതുകൊണ്ട് ഇത് രണ്ടിനും തുല്യമായ പ്രാധാന്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഗമേറ എന്നത് യഹൂദ പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനമാണ്. അത് മനുഷ്യർ എഴുതിയതാണ്. അതിന് എഴുതപ്പെട്ട പ്രമാണവുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ വാമൊഴിയാലുള്ള പ്രമാണവുമായിട്ടോ തുല്യമായ പ്രാധാന്യം ഇല്ല. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വേദപുസ്തകത്തിലെ 5 പുസ്തകങ്ങൾ ആണ് എഴുതപ്പെട്ട പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ അവർ തോറ എന്നാണ് വിളിക്കുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നിവയാണ് ഈ 5 പുസ്തകങ്ങൾ. ഇതിനെ അവർ പെൻറ്ററ്റൂക്ക് എന്ന് വിളിക്കുന്നു. പെൻറ്റ എന്ന് പറയുന്ന വാക്ക് 5 എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യത്തെ 5 പുസ്തകങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് പെൻറ്ററ്റൂക്ക് എന്ന് വിളിക്കുന്നത്. ഇതാണ് എഴുതപ്പെട്ട പ്രമാണം. ഇതിനെയാണ് തോറ എന്ന് വിളിക്കുന്നത്. ദൈവം എഴുതപ്പെട്ട പ്രമാണങ്ങൾക്കൊപ്പം തന്നെ മോശയ്ക്ക് വാമൊഴിയാൽ ചില പ്രമാണങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു എന്നതാണ് അവരുടെ വിശ്വാസം. ഈ വാമൊഴിയായിട്ടുള്ള പ്രമാണങ്ങൾക്ക് യഹൂദന്മാരുടെ ഇടയിൽ എഴുതപ്പെട്ട പ്രമാണങ്ങൾക്ക് തുല്യമായിട്ടുള്ള സ്ഥാനമാണ് ഉള്ളത്. ന്യായപ്രമാണം അല്ലെങ്കിൽ എഴുതപ്പെട്ട പ്രമാണങ്ങൾ എങ്ങനെയാണ് പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയുന്നത്, ഇതാണ് വാമൊഴിയാലുള്ള പ്രമാണത്തിൽ ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്തത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. വാമൊഴിയാലുള്ള പ്രമാണങ്ങൾ മോശ എഴുതി വെച്ചില്ല. അത് മോശ ദൈവത്തിൽ നിന്ന് കേൾക്കുക മാത്രമേ ചെയ്തുള്ളൂ. മോശ അത് പിന്നീട് യോശുവയ്ക്ക് പറഞ്ഞു കൊടുത്തു. യോശുവയിൽ നിന്നും അത് തലമുറയായി മറ്റ് തലമുറകളിലേക്ക് തുടർച്ചയായിട്ട് അത് പകർന്നുകൊണ്ടേയിരുന്നു, ലഭിച്ചുകൊണ്ടേയിരുന്നു. ദൈവം പകൽ എഴുതപ്പെട്ട പ്രമാണങ്ങളും രാത്രിയിൽ വാമൊഴിയാലുള്ള പ്രമാണങ്ങളും നൽകി എന്നാണ് അവരുടെ വിശ്വാസം. മോശ രാത്രിയും പകലും ദൈവസന്നിധിയിലായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. മോശ രാത്രിയും പകലും തമ്മിൽ വേർതിരിച്ചറിഞ്ഞത്
ഈ എഴുതപ്പെട്ട പ്രമാണങ്ങളും അല്ലെങ്കിൽ വാമൊഴിയാള പ്രമാണങ്ങളും ദൈവം പറഞ്ഞു കൊടുത്തത് അനുസരിച്ചാണ്. എഴുതപ്പെട്ട പ്രമാണങ്ങൾ പകൽ ദൈവം പറഞ്ഞു കൊടുത്തു, വാമൊഴിയാള പ്രമാണങ്ങൾ രാത്രിയിൽ ദൈവം പറഞ്ഞു കൊടുത്തു, വാമൊഴിയാള പ്രമാണങ്ങൾ എഴുതി വെച്ചതും ഇല്ല. എന്തിനാണ് വാമൊഴിയാലുള്ള പ്രമാണം? അതിൻ്റെ ആവശ്യം എന്താണ്? എഴുതപ്പെട്ട പ്രമാണങ്ങൾ മാത്രം പോരെ. നമ്മളിന്ന് പഴയ നിയമം വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും എഴുതപ്പെട്ട പ്രമാണങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. ആ എഴുതപ്പെട്ട പ്രമാണങ്ങൾ മാത്രം വായിച്ചുകൊണ്ടാണ് പഴയ നിയമത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതും നമ്മുടെ വ്യാഖ്യാനങ്ങൾ പല സ്ഥലത്തും തെറ്റിപ്പോകുന്നതും. അതുകൊണ്ടാണ് യഹൂദന്മാർ മനസ്സിലാക്കിയിരിക്കുന്ന, മോശ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല പലപ്പോഴും നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. കാരണം നമ്മൾ എഴുതപ്പെട്ട പ്രമാണങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. അതുകൊണ്ട് എഴുതപ്പെട്ട പ്രമാണങ്ങൾക്കുപരിയായിട്ട് മറ്റു ചില പ്രമാണങ്ങൾ, എഴുതപ്പെട്ട പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്ന, വിശദീകരിക്കുന്ന പ്രമാണങ്ങൾ ആവശ്യമാണ് എന്ന് യഹൂദന്മാർ കരുതി. എഴുതപ്പെട്ട പ്രമാണങ്ങൾ സാങ്കേതികമായി മറവായതും അതിനാൽ വിശദീകരണം ആവശ്യമുള്ളതായിരുന്നു എന്നാണ് അവരുടെ കരുതൽ, അവരുടെ വിശ്വാസം അങ്ങനെയാണ്. അപ്പോൾ എഴുതപ്പെട്ട പ്രമാണങ്ങളിലെ ചില പ്രമാണങ്ങൾ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കുവാൻ കഴിയും. ആ പ്രമാണങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുവാൻ സാധിക്കുകയില്ല. നമ്മളതിനെ അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കിയിരുന്നു എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും. എന്നാൽ എഴുതപ്പെട്ട പ്രമാണങ്ങളിലെ പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളുമല്ല, ചില കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ അതുപോലെ നടപ്പിലാക്കുവാൻ സാധ്യമായിരുന്നില്ല. അങ്ങനെ നടപ്പിലാക്കുവാൻ ശ്രമിച്ചാൽ അത് സമൂഹത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, വലിയ അരാജകത്വങ്ങൾ തന്നെ സൃഷ്ടിക്കും, സമൂഹം തകർന്നു പോകാൻ തന്നെ സാധ്യതയുണ്ട്. ദൈവം ഒരിക്കലും ആശയക്കുഴപ്പങ്ങളോ അരാജകത്വങ്ങളോ സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് ഈ എഴുതപ്പെട്ടിരിക്കുന്ന ആ പ്രമാണങ്ങൾക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ അതിനെ കൊണ്ടുവരാൻ പ്രയാസമുള്ള പ്രമാണങ്ങൾക്ക് ഒരു വ്യാഖ്യാനവും ഒരു വിശദീകരണവും ആവശ്യമാണ്. ആ വിശദീകരണ വ്യാഖ്യാനമാണ് ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്ത വാമൊഴി പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 21-24 വാക്യം, ലേവ്യ പുസ്തകം 24-19, 20 എന്ന് പറയുന്ന വാക്യങ്ങളിൽ ഒരു പ്രത്യേകമായ പ്രമാണമുണ്ട്. സാധാരണ നമ്മൾ പഴയ നിയമത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ ഉദ്ധരിച്ചു പറയുന്ന ഒരു പ്രമാണമുണ്ട്. പക്ഷേ ആ പ്രമാണത്തിൻ്റെ അർത്ഥം നമ്മൾ പറയുന്ന ക്രൈസ്തവ വിശ്വാസികളും പ്രഭാഷകരും പറയുന്ന അർത്ഥമല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി നമുക്കൊന്ന് പഠിച്ചു നോക്കാൻ, ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഈ പ്രമാണം കുറ്റവും ശിക്ഷയും തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കുറ്റം ചെയ്താക്ക് എന്താണ് ശിക്ഷ നൽകേണ്ടത് എന്നാണ് പറയുന്നത്. ന്യായാധിപന്മാർ കോടതിയിൽ വിസ്തരിക്കുമ്പോൾ, അല്ലെങ്കിൽ അന്നത്തെ ന്യായാധിപ പീഠത്തിലോ ന്യായാധിപ സംഘത്തിലോ അവരെ കുറ്റം ചെയ്ത ആളെ വിസ്തരിക്കുമ്പോൾ ഈ കുറ്റം ചെയ്ത ആൾക്ക് എങ്ങനെയാണ് ശിക്ഷ നൽകേണ്ടത്, അതിനെക്കുറിച്ചാണ് ഈ പ്രമാണം പറയുന്നത്. വാക്യം ഇങ്ങനെയാണ്. ആ വാക്യം ഒന്ന് വായിച്ച് ഞാൻ കളിപ്പിക്കാം. പുറപ്പാട് പുസ്തകം 21-24 വാക്യം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. ലേവ്യ പുസ്തകം 24-19-20 വാക്യങ്ങൾ ഇങ്ങനെയാണ്. ഒരുത്തൻ കൂട്ടുകാരന് കേടുവരുത്തിയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോടും ചെയ്യണം. ഒടുവിന് പകരം ഒടുവ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെ അവൻ മറ്റവന് കേട് വരുത്തിയതുപോലെ തന്നെ അവനും വരുത്തണം. ഇപ്പോൾ ആദ്യ വായനയിൽ നമുക്കതൊരു വിചിത്രമായ നിയമമായി, ഒരു കാട്ടുനീതിയായിട്ട് നമുക്ക് തോന്നിക്കാം. ഒരുവൻ മറ്റൊരാളോട് കുറ്റം ചെയ്താൽ കുറ്റവാളിയോട് അങ്ങനെ തന്നെ അവൻ ചെയ്ത അതേ കുറ്റം തന്നെ തിരികെ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം. അക്ഷരാർത്ഥം നമ്മൾ വായിച്ചാൽ ഇതിനെ ഇങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ഒരാൾ തെറ്റ് ചെയ്താൽ തെറ്റുകൊണ്ട് തന്നെ അതിനെ നേരിടണം. തെറ്റ് തന്നെയാണ് അതിനുള്ള ശിക്ഷാവിധി എന്ന് പറയുന്നത്. ഇത് ഒരു സുസ്ഥിരമായ സമൂഹത്തിലും നടപ്പിലാക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ഇതൊരു കാട്ടുനീതിയാണ്. ഇത് ദൈവത്തിൻ്റെ നീതിയേ അല്ല. ദൈവം ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കുവാൻ ഉദ്ദേശിച്ചിട്ടേയില്ല. ഈ നിയമം നടപ്പിലാക്കിക്കൊണ്ട് ഒരു സമൂഹത്തിനും ജീവിക്കുവാൻ സാധ്യമേ അല്ല. അപ്പോൾ കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന പ്രമാണം ദൈവം കൊടുത്തപ്പോൾ എങ്ങനെയാണത് പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടത്? ദൈവം ഉദ്ദേശിച്ച അർത്ഥം എന്താണ്? ഈ അർത്ഥമാണ് യഹൂദന്മാരുടെ വായ്മൊഴി പ്രമാണത്തിൽ അവരെ വിശദീകരിച്ച് പറയുന്നത്. അതിനർത്ഥം അവർ വിശദീകരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. വായ്മൊഴി പ്രമാണം നമ്മൾ പറഞ്ഞതുപോലെ ഈ വായ്മൊഴി പ്രമാണം ന്യായാധിപന്മാർക്ക്,
അല്ലെങ്കിൽ കോടതിയിൽ ഒരു കുറ്റവാളിയെ വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് സഹായമായി വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണവുമായി ബന്ധപ്പെട്ട്, ഈ കുറ്റവുമായി ബന്ധപ്പെട്ട് കണ്ണിന് പകരം കണ്ണ് എന്ന പ്രമാണവുമായി ബന്ധപ്പെട്ടുള്ള വായ്മൊഴി പ്രമാണം ഒരു കോടതിയിൽ ഒരു ന്യായാധിപന് കുറ്റം വിധിക്കുവാനാണ് സഹായമായി തീരുന്നത് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അത് സഹായമായി തീരുന്നത് എന്ന് നമുക്ക് നോക്കാം. കണ്ണിന് പകരം കണ്ണ് എന്ന പ്രമാണത്തിന് വാമൊഴിയാൽ ഒരു വിശദീകരണവും ഒരു വ്യാഖ്യാനം ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കുറ്റം ചെയ്ത വ്യക്തി ആ കുറ്റം ആർക്കെതിരെയാണോ ചെയ്തത്, അല്ലെങ്കിൽ ആ കുറ്റം ഏൽക്കേണ്ടി വന്ന വ്യക്തിക്ക് അതിന് തുല്യമായിട്ടുള്ള ഒരു പരിഹാരം നൽകണമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അല്ലെ, കുറ്റം ചെയ്ത വ്യക്തി ഇരയായ വ്യക്തിക്ക് അവനുണ്ടായ നഷ്ടത്തിന് തുല്യമായ ഒരു വില നൽകണം, ഒരു പരിഹാരം എന്നാണ് ഈ പ്രമാണത്തിൻ്റെ അർത്ഥം. ഇങ്ങനെയാണത് പ്രായോഗികമായി നടപ്പിലാക്കേണ്ട രീതിയെന്ന് വാമൊഴി പ്രമാണം പറയുന്നു. മറ്റേത് പറഞ്ഞാൽ കുറ്റവും ശിക്ഷയും തുല്യമായിരിക്കണം എന്ന പ്രമാണമാണ് ഇതിലൂടെ ദൈവം മോശയോട് പറഞ്ഞത്. അപ്പോൾ കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന പ്രമാണം, മറ്റൊരാളെ കണ്ണിന് കേടുവരുത്തിയാൽ ആ കുറ്റം ചെയ്ത ആളിൻ്റെ കണ്ണുകൂടെ ചുടഞ്ഞെടുക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കുറ്റത്തിന് തുല്യമായിട്ടുള്ള, അതിന് ഈക്വലായിട്ടുള്ള ഒരു ശിക്ഷ ഉണ്ടായിരിക്കണം എന്നാണ്. ഈ ശിക്ഷ അവരെങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നുകൂടെ നമുക്ക് നോക്കാൻ കഴിയുന്നുള്ളൂ. ലേവ്യ പുസ്തകം 24:19 വാക്യത്തിൽ ഈ തുല്യ ശിക്ഷ എന്ന് പറയുന്ന ആശയം അടങ്ങിയിട്ടുണ്ട്. ശാന്തമായി നമ്മൾ വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും. വാക്യം ഇങ്ങനെയാണ്: ഒരുത്തൻ കൂട്ടുകാരന് കേടുവരുത്തിയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോടും ചെയ്യണം. അപ്പം ശിക്ഷ കുറ്റത്തിന് തുല്യമായിരിക്കണം എന്ന ആശയമാണ് അവിടെ ഉള്ളത്. കണ്ണ് ഒരുത്തന് കേടുവരുത്തുന്ന കണ്ണും ചൂഴ്ഞ്ഞെടുക്കണം എന്നുള്ള ആശയമല്ല ഉള്ളത്. അതിനുള്ള പരിഹാരം, അതിനുള്ള ശിക്ഷ തുല്യമായിരിക്കണം എന്നാണ് ഉള്ളത്. പരിഹാരം എന്ന് പറയുന്ന വാക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാം. ഈ കുറ്റത്തിന് തുല്യമായ ശിക്ഷ എന്ന് പറയുന്ന പ്രമാണം യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, റോമക്കാരുടെ ഇടയിലും ഉണ്ടായിരുന്നു. റോമക്കാർ അതിനെ ലെക്സ് ടാലിയോനിസ് എന്നാണ് വിളിച്ചത്. ശിക്ഷയ്ക്ക് തുല്യമായ, കുറ്റത്തിന് തുല്യമായ ശിക്ഷ എന്നാണ് ആ പ്രമാണം. അതിനെയാണ് റോമക്കാർ ലെക്സ് ടാലിയോനിസ് എന്ന് വിളിച്ചത്. ഇനി എങ്ങനെയാണ് ഈ കുറ്റത്തിന് തുല്യമായ ശിക്ഷ നടപ്പിലാക്കുന്നത്? ഇവരൊരു പരിഹാരം കൊടുക്കണം. കുറ്റം ചെയ്ത ആൾ, കുറ്റം അനുഭവിക്കേണ്ടി വന്ന ആൾക്ക്, അതിൻ്റെ വേദനയും നഷ്ടവും അനുഭവിക്കേണ്ടി വന്ന ആൾക്ക് കുറ്റത്തിന് തുല്യമായ ഒരു പരിഹാരം നൽകണം. ഈ പരിഹാരം കൊടുക്കുന്നത് അതെന്തുമായിക്കൊള്ളട്ടെ, അത് മൃഗങ്ങളായിക്കൊള്ളട്ടെ, സമ്പത്തായിക്കൊള്ളട്ടെ, നിലമായിക്കൊള്ളട്ടെ, അത് എന്തുമായിക്കൊള്ളട്ടെ, ഈ പരിഹാരം എന്ന് പറയുന്നത് ദേവാലയത്തിനുള്ളതല്ല, കോടതിക്കുമുള്ളതല്ല. കോടതി ഏറ്റെടുക്കാൻ ആ പരിഹാരം എടുക്കാൻ പാടില്ല, ദേവാലയം അത് കൈവശമാക്കാൻ പാടില്ല. അത് കുറ്റം അനുഭവിച്ച വ്യക്തിക്ക് തന്നെ, ഇരയ്ക്ക് തന്നെ ലഭിക്കണം എന്നായിരുന്നു ആ പ്രമാണത്തിൻ്റെ അർത്ഥം. അപ്പോൾ തുല്യമായ വില എന്ന് പറയുന്ന ഒരു ആശയമാണുള്ളത്. കുറ്റത്തിന് തുല്യമായ ശിക്ഷ, തുല്യമായ വില എന്ന് പറയുന്ന ഒരു ആശയമാണുള്ളത്. ഈ ആശയം യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ആശയമാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു തുല്യ വിലയായി തൻ്റെ ജീവനെ അർപ്പിച്ചു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 20:28 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. മറുവില എന്ന് പറഞ്ഞാൽ തുല്യമായ വിലയാണ്. അപ്പോൾ തുല്യമായ വില കൊടുക്കുക എന്ന് പറയുന്ന ആശയം കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന പ്രമാണത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് വാമൊഴിയാലുള്ളൊരു പ്രമാണം അല്ലെങ്കിൽ വിശദീകരണം ആവശ്യമായിരുന്നു. ഈ വാമൊഴിയാലുള്ള വിശദീകരണം അല്ലെങ്കിൽ പ്രമാണം എന്നത് ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്തതാണെന്നും മോശ അതൊരിക്കലും എഴുതി വെച്ചിട്ടില്ല എന്നുമാണ് അവരുടെ വിശ്വാസം. വാമൊഴിയാൽ തന്നെ അത് പകരപ്പെട്ടിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം. അപ്പം എഴുതപ്പെട്ടിരിക്കുന്ന പ്രമാണത്തിന് അത് പറഞ്ഞുള്ളത് മറഞ്ഞിരിക്കുന്നതാണ് അതിൽ പല മർമ്മങ്ങളും. ഈ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ കുറേ തലമുറകൾ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ വരും. അവർ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുണ്ടാകും. അങ്ങനെ തെറ്റുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ, എഴുതപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങളിലെ മർമ്മങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്, വിശദീകരിക്കുന്ന മറ്റൊരു പ്രമാണം കൂടി ആവശ്യമാണെന്ന്
ഇസ്രായേൽ ജനം വിശ്വസിക്കുന്നവരങ്ങനെ കരുതി. അതാണ് വാമൊഴിയാലുള്ള പ്രമാണങ്ങൾ. വാമൊഴിയാലുള്ള പ്രമാണങ്ങൾ കൊണ്ട് പുതിയ ഉപദേശങ്ങൾ അവർ സൃഷ്ടിച്ചിട്ടില്ല. വാമൊഴിയാള പ്രമാണങ്ങൾ പുതിയ പ്രമാണങ്ങൾ രൂപീകരിച്ചിട്ടുമില്ല. ഒരിക്കലും വാമൊഴിയാള പ്രമാണങ്ങൾ എഴുതപ്പെട്ട പ്രമാണങ്ങൾക്ക് വിരുദ്ധമായോ വ്യത്യസ്തമായോ യാതൊരു പ്രമാണങ്ങളും പഠിപ്പിച്ചിട്ടില്ല. എഴുതപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങളെ വിശദീകരിക്കുകയും അതിനെ പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ സഹായിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. വാമൊഴിയാളുള്ള പ്രമാണങ്ങളുടെ സ്രോതസ്സ് ദൈവമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ദൈവമാണ് മോശയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അതിൻ്റെ സ്രോതസ്സ് ദൈവമാണ് എന്നതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങൾക്ക് ഇത് തുല്യമായ ആധികാരികത അതിനുണ്ട് എന്നായിരുന്നു യഹൂദന്മാരുടെ വിശ്വാസം. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ചുള്ള ഈ വാമൊഴിയാലുള്ള പ്രമാണം വാമൊഴിയാൽ തന്നെ പകരപ്പെടണമെന്നായിരുന്നു ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ പുരാതന കാലങ്ങളിൽ അവരുടെ വിശ്വാസം. അങ്ങനെ തന്നെയായിരുന്നു ഇത് പകരപ്പെട്ടിരുന്നതും. മോശയിൽ നിന്നും യോശുവയിൽ നിന്നും അടുത്ത തലമുറയിലേക്കും പകരപ്പെട്ടിരുന്നു. യഹൂദ റബിമാർ ഈ വാമൊഴിയാലുള്ള പ്രമാണങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അവരുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. അത് നേരിട്ട് പഠിപ്പിക്കുന്നതായതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ശിഷ്യന് ഗുരുവിനോട് ചോദിച്ച് മനസ്സിലാക്കുവാനും സംശയങ്ങൾക്ക് അറുതി വരുത്തുവാനും കഴിയുമായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് തെറ്റുകൾ കൂടാതെ അടുത്ത തലമുറയിലേക്ക് അത് പകരപ്പെടും എന്നവരെ തീർച്ചയാക്കിയിരുന്നു. എന്ന് മാത്രമല്ല, ഇത് പഠിപ്പിക്കുന്ന ഗുരു ഇത് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗുരുവിൽ നിന്നാണ്. ആ ഗുരുവിൽ നിന്നും വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചെടുത്ത കാര്യങ്ങൾ ഒരക്ഷരത്തിന് പോലും വ്യത്യാസമുണ്ടാകാതെ, ഒരു വ്യാഖ്യാനത്തിന് പോലും വ്യത്യാസമുണ്ടാകാതെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ ഗുരുക്കന്മാർ എപ്പോഴും തന്നെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വാമൊഴിയാലുള്ള പ്രമാണങ്ങൾ തെറ്റുകൂടാതെ, വ്യത്യാസങ്ങൾ കൂടാതെ തലമുറയായി പകരപ്പെട്ടു എന്നാണ് യഹൂദന്മാരുടെ വിശ്വാസം. ഇതിന് സ്രോതസ്സുമായി ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്ത വാമൊഴിയുമായി ബന്ധമുണ്ടെന്ന് തന്നെയല്ല, ഒന്ന് തന്നെയാണ് എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഏകദേശം AD 200 വരെ യഹൂദന്മാർ ഈ വാമൊഴിയാള പ്രമാണങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്നില്ല. എന്നാൽ AD 70 ഒരു കലാപമുണ്ടായി. റോമക്കാർ ഇസ്രായേലിനെ ആക്രമിക്കുകയും യെരുശലേം ദേവാലയം തകർക്കപ്പെടുകയും ചെയ്തു. റോമക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ചിതറി ഓടിപ്പോയി. അതിനുശേഷം വീണ്ടും 132 AD മുതൽ 135 AD വരെ സൈമൺ ബാർ കുക്ബ എന്നൊരു യഹൂദന്റെ നേതൃത്വത്തിൽ രണ്ടാമത് വീണ്ടും ഒരു കലാപമുണ്ടായി. ഈ കലാപത്തെയും റോമക്കാർ വളരെ നിഷ്ഠൂരമായി അടിച്ചമർത്തുകയും അനേക യഹൂദന്മാർ കൊല്ലപ്പെടുകയും വീണ്ടും യഹൂദന്മാർ പല രാജ്യങ്ങളിലേക്കും ചിതറി ഓടിപ്പോവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ തന്നെ ഹേട്രിയൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി യെരുശലേമിൽ നിന്ന് യഹൂദന്മാർ വിട്ടുപോകണം, മറ്റെവിടെയെങ്കിലും രാജ്യത്തേക്ക് പോകണം, യഹൂദന്മാർ യെരുശലേമിൽ താമസിക്കുവാൻ പാടില്ല എന്ന് ഒരു കൽപ്പന ഇറക്കി. അതുകൊണ്ട് തന്നെ വീണ്ടും യഹൂദന്മാർ പല രാജ്യങ്ങളിലേക്കും ചിതറിപ്പോയി. ഇങ്ങനെ പല രാജ്യങ്ങളിലേക്ക് യഹൂദന്മാർ ചിതറിപ്പോകുന്നത് കൊണ്ട് ഈ വാമൊഴി പ്രമാണങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം എന്നൊരു ഭയം അവർക്ക് ഉണ്ടായി. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ വാമൊഴി പ്രമാണങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയാൽ അതിനെ എഴുതി സൂക്ഷിക്കാം എന്നൊരു പ്രമാണം കൂടെ അതിനകത്തുണ്ടായിരുന്നു. അതിനുള്ള അനുവാദമുണ്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം 200 AD പടിഞ്ഞാറൻ ഗലീലയിൽ ഒരു കൂട്ടം റബിമാർ ഒത്തുകൂടുകയും അവർ യഹൂദന്മാരുടെ ഈ വാമൊഴിയാലുള്ള പ്രമാണങ്ങളെ എഴുതി സൂക്ഷിക്കുകയും ചെയ്തു. ഇതിന് നേതൃത്വം നൽകിയത് റബി യൂദ ദി പ്രിൻസ് എന്ന് പറയുന്ന യഹൂദ റബിയാണ്. ഇങ്ങനെ എഴുതി സൂക്ഷിച്ച വാമൊഴി പ്രമാണങ്ങളെയാണ് മിഷ്ന എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവരെഴുതി സൂക്ഷിച്ച പ്രമാണങ്ങൾ വളരെ വലിയ ബൃഹത്തായ ഒരു ഗ്രന്ഥമായിരുന്നു. അതിന് 6 വലിയ വിഭാഗങ്ങളും 63 ചെറിയ വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. റബി യൂദായുടെ മിഷ്ന പിന്നീട് അനേക വർഷങ്ങൾ യഹൂദ പണ്ഡിതന്മാരും റബിമാരും തുടർച്ചയായി ചർച്ചകൾക്ക് വിധേയമാക്കി. അവർ വീണ്ടും ഇതിനെ വ്യാഖ്യാനിക്കുവാനും ചർച്ചകൾ ചെയ്യുവാനും തുടങ്ങി. ഒരു വ്യക്തിയല്ല, പല വ്യക്തികളും പല സ്ഥലങ്ങളിലും ഇരുന്ന് ഇതിന് ചർച്ചകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. എങ്കിലും ബാബിലോണിലിരുന്ന് നടത്തിയ ചർച്ചകളും അതിൽ നിന്ന് ക്രോഡീകരിച്ചെടുത്തിട്ടുള്ള വിശദാംശങ്ങളുമാണ് ഏറ്റവും പ്രശസ്തമായിട്ട് ഉള്ളത്. ഏതാണ്ട് 300 വർഷങ്ങളോളം റബി യൂദയുടെ നേതൃത്വത്തിൽ എഴുതി സൂക്ഷിച്ച മിഷ്നയെ യഹൂദ വേദ പണ്ഡിതന്മാർ ചർച്ചകൾക്ക് വിധേയമാക്കി. ആ ചർച്ചകളെല്ലാം കൂടെ ഒരുമിച്ച് ക്രോഡീകരിച്ച് അവർ വീണ്ടും ഒരു രചനയാക്കി മാറ്റി. അതിനെയാണ് ഗമേറ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗമേറ എന്ന് പറഞ്ഞാൽ മിഷ്നയും തോറയെക്കുറിച്ചുമുള്ള
യഹൂദ പണ്ഡിതന്മാരുടെ ചർച്ചകളാണ്, അവർ നടത്തിയിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. അത് വാമൊഴി പ്രമാണങ്ങളല്ല. വാമൊഴി പ്രമാണത്തെക്കുറിച്ച് യഹൂദ പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ള ചർച്ചകളാണ് അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളാണ്. ഈ മിഷ്ന, ഗമേറ എന്ന രണ്ട് രചനകളുടെയും സംയുക്തമായ പേരാണ് താൽമഡ് എന്ന പേര്. താൽമഡ് എന്നാണ് ഇത് രണ്ടും കൂടെ സംയുക്തമായിട്ട് അറിയപ്പെടുന്നത്. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.